ഞാനിപ്പോൾ നിൽക്കുന്നത് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവന്റെ അടുത്താണ്. അദ്ദേഹമാണ് ഈ കേസിലെ ഈ WCC അടക്കമുള്ളവർക്ക് വേണ്ടി നിലയുറപ്പിച്ച അഭിഭാഷകൻ കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ ഈ സിദ്ദിഖിന്റെ കേസുമായും അദ്ദേഹം ആ വാദി ഭാഗത്തിനൊപ്പം നിലയുറപ്പിച്ച വ്യക്തിയാണ്. അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി അല്പസമയം മുമ്പ് ഇട്ടിരുന്നു. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. ഇപ്പോൾ സിദ്ദിഖിനെതിരായി ഹൈക്കോടതിയിൽ നിന്നും ഒരു വിധി വന്നിരിക്കുന്നു. അറസ്റ്റിന് തടസ്സമില്ല എന്ന് പറയുന്നു. പോലീസ് ആക്ട് ചെയ്യേണ്ടതല്ലേ ഈ സാഹചര്യത്തിൽ? കൃത്യമായി പോലീസ് ഈ സാഹചര്യത്തിൽ മാത്രമല്ല, പോലീസ് ഈ കേസ് രജിസ്റ്റർ FIR എടുക്കുന്ന അന്ന് മുതൽ ആക്ട് ചെയ്യേണ്ടതാണ്. പോലീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി FIR ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാതെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ കേസിൽ പരാതിക്കാരി കോടതിയിൽ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട പരാതി ഈ കേസിൻ്റെ പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ടുള്ള ഫേസ്ബുക്ക് അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യപ്പെട്ടതും അത്തരം തെളിവുകൾ നശിപ്പിക്കപ്പെട്ടതും FIR ഇട്ടതിന് ശേഷമാണ്. അത് കളക്ട് ചെയ്യുന്നതിന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഈ കാര്യം കോടതിയിൽ പറഞ്ഞിട്ട് ഏതാണ്ട് 2 ആഴ്ച കഴിഞ്ഞു. ഇതുവരെയും ആ ഇലക്ട്രോണിക് എവിഡൻസ് കളക്ട് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുന്നതിനോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഈ കേസിനെ പുറത്തുനിന്ന് നോക്കുന്ന ആർക്കും, അഭിഭാഷകർക്ക് മാത്രമല്ല വാദിഭാഗത്തിന് മാത്രമല്ല, ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഇത്ര ഗൗരവമായിട്ടുള്ള ഒരു ഇലക്ട്രോണിക് എവിഡൻസ് അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ഇതിനു മുമ്പ് നടന്ന പ്രധാനപ്പെട്ട കേസുകൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർക്ക് അറിയാം, ഒരു ഇലക്ട്രോണിക് എവിഡൻസും അതിൻ്റെ സൈബർ ഫോറൻസിക് റിപ്പോർട്ടും ഒരു കേസിൽ എന്തുമാത്രം നിർണായകമാണെന്നുള്ളത്. അതെങ്ങനെയാണ് കളക്ട് ചെയ്യുക? അത് പ്രതി ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഫോണിലോ ഏതെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസിൽ നിന്നോ ആയിരിക്കും അത് ഡീആക്ടിവേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യുകയോ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവുക. മറ്റ് പലതരത്തിലും ആളുകൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നുള്ള വാർത്തകളൊക്കെ നിങ്ങൾ തന്നെയാണ് പുറത്തുവിട്ടത്. എന്തുകൊണ്ടാണ് ഈ നിമിഷം വരെ SIT ഇത്തരം തെളിവുകൾ ശേഖരിക്കുന്നതിന് വൈകിയത്? അതെന്തുകൊണ്ടാണ് ആ ചാൻസ് നഷ്ടപ്പെടുത്തിയത് എന്നുള്ള കാര്യത്തിൽ ഒരു മറുപടിയും പ്രോസിക്യൂഷന് പറയാനില്ല. ഇപ്പോൾ ഒരു കാര്യം, ഇന്നിപ്പോ ജാമ്യാപേക്ഷ തള്ളി. സിദ്ദിഖ് ഒളിവിലാണെന്നാണ് പറയുന്നത്. സിദ്ദിഖ് എവിടെയെന്നറിയില്ല. പോലീസ് പരക്കം പായുകയാണ്. ഈ 11-ാം മണിക്കൂറിലാണോ ഒരു കേസ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഇന്നലെ സ്ഥലത്തുണ്ടായിരുന്നു, ഇന്ന് രാവിലെ വരെ സ്ഥലത്തുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു പ്രതിയെ ട്രാക്ക് ചെയ്ത് വെക്കേണ്ടത് പോലീസ്? അല്ല, ഒന്നാമത്തെ കാര്യം, ഈ കേസിൽ ഒരു നോട്ട് ടു അറസ്റ്റ് ഓർഡർ ഉണ്ടായിരുന്നില്ല, ഒരു സ്റ്റേജിലും ഉണ്ടായിരുന്നില്ല. മറ്റെല്ലാ കേസുകളിലും നോട്ട് ടു അറസ്റ്റ് ഓർഡർ ഉണ്ടായിരുന്നു. അതത് കോടതികളുടെ, സെഷൻസ് കോടതികളുടെ നോട്ട് ടു അറസ്റ്റ് ഓർഡർ ഉണ്ടായിരുന്നു. ഈ കേസിൽ അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്? അത് നമ്മൾ പറയേണ്ട കാര്യമല്ല. നമ്മളെന്ന് പറഞ്ഞാൽ പുറത്ത് നിൽക്കുന്ന ആർക്കും എന്തുകൊണ്ടാണ് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യേണ്ടാത്തതെന്നോ ചെയ്യണമെന്നോ അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ അറസ്റ്റ് ചെയ്യാൻ ഒരു തടസ്സവും നിയമപരമായി ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാമായിരുന്നു, വേണമെങ്കിൽ ചോദ്യം ചെയ്യാമായിരുന്നു. അറസ്റ്റ് ചെയ്യാതെ തന്നെ ചോദ്യം ചെയ്യാമല്ലോ. എവിടെയാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇപ്പോൾ CRPCയിൽ ഒരു പ്രൊവിഷനുണ്ട്, ഈ പ്രധാനപ്പെട്ട ഇലക്ട്രോണിക് എവിഡൻസുകളോ മറ്റ് എവിഡൻസുകളോ കയ്യിലുണ്ടെങ്കിൽ അത് തരാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ചു വരുത്താം. അത്തരം പ്രോസസ്സ് പോലും നടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ കോമൺ സെൻസ് ആണ് ബാക്കിയുള്ളത്, നിയമത്തിൻ്റെ കാര്യമല്ല. അതായത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി വരാനിരിക്കെ ഇന്നലെ പ്രതി അബ്സ്കൗണ്ടിങ് ആവും എന്നുള്ളത് IPSൻ്റെ ആവശ്യമില്ല പഠിക്കാൻ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. സ്വാഭാവികമായിട്ടും മറ്റ് കേസുകളിൽ, ഇപ്പോൾ ഇതിനു മുമ്പ് നടന്ന ദിലീപിൻ്റെ കേസിലൊക്കെ നമ്മൾ കണ്ടു എങ്ങനെയാണ് കൃത്യമായിട്ട് പ്രതികളെ ടാർഗറ്റ് ചെയ്ത് അവരെവിടെ പോകുന്നു എന്ന് അന്വേഷിച്ച് നോക്കി. ഇതിനുള്ള സംവിധാനം പോലീസിനുണ്ട്. ഞാൻ പറയുന്ന ഒരാളെ ഇടുക വേണമെന്നുള്ളതല്ല, മറിച്ച് ഈ ദിവസങ്ങളിലും ഈ നിമിഷങ്ങളിലും തെളിവ് നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ഒക്കെ സമയം മേടിക്കുകയാണ് പ്രതിഭാഗം എല്ലാ കേസിലും ചെയ്യുന്നത്. അത് ഈ കേസിലും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇത് തടയുന്നതിന് SITക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെയാണ് പിന്നെ നാളെ കുറ്റപത്രം കൊടുക്കുമ്പോൾ ഈ പ്രധാനപ്പെട്ട തെളിവുകൾ ഇതിനകത്ത് ഹാജരാക്കേണ്ടത്? അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആത്മാർത്ഥത ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായും ഹാഷ്മി, നേരത്തെ വിജയകുമാർ ഒറ്റ കാര്യം കൂടെ ഹരീഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്, ജാമ്യാപേക്ഷയിലെ വാദത്തിൽ പോലും പറയാത്ത പരാതിക്കാരി SITയോട് നടത്തിയ രഹസ്യ വെളിപ്പെടുത്തലുകളും അന്വേഷണത്തിന്റെ വിശദാംശങ്ങളും മീഡിയയ്ക്ക് ചോർത്തി കിട്ടുന്ന സ്ഥിതി ഉണ്ടായി എന്ന് അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് ഹരീഷ് FBയിൽ പറയുന്നുണ്ട്. അത് ഗുരുതരമായ ഒരു പരാമർശമാണ്. അതിനെക്കുറിച്ച് കൂടി ചോദിക്കാമോ? എന്തുകൊണ്ടാണ് ആ പശ്ചാത്തലമെന്ന്? ഇപ്പോൾ ഒരു ചോദ്യം കൂടി ചോദിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് പരാതിക്കാരി പറയുന്നുണ്ട്, ഇരയായ യുവനടി പറയുന്നുണ്ട്, ഈ അന്വേഷണ ഘട്ടത്തിൽ SITയോടും മറ്റും പറഞ്ഞിരുന്ന വെളിപ്പെടുത്തലുകൾ, മൊഴികൾ ഒക്കെ തന്നെ SITയുടെ കയ്യിലുണ്ടായിരുന്നത് ചോർന്നു, പുറത്തേക്ക് പോയി, അത് മാധ്യമങ്ങൾക്കടക്കം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന്. എന്താണ് യഥാർത്ഥത്തിൽ ആ കാര്യത്തിൽ സംഭവിച്ചത്? ഈ കേസിൽ SIT എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഘട്ടത്തിലും അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടാൻ പാടില്ല എന്നുള്ളതാണ് ആ ഇടക്കാല ഉത്തരവിൽ ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുള്ളത്. ഇത് കോടതി പറയാനുള്ള ഒരു സാഹചര്യം കേരള പോലീസ് ആക്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. അന്വേഷണത്തിൻ്റെ പുരോഗതിയെ സംബന്ധിച്ചുള്ള രഹസ്യ വിവരങ്ങൾ
ഒരാൾക്കാരുമായിട്ടും ചർച്ച ചെയ്യരുതെന്നുള്ളത്. കാരണം മീഡിയയോട് ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പ്രതികൾക്ക് തന്നെയാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ അന്വേഷണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാവുന്ന പുറത്ത് നിൽക്കുന്ന പ്രതികളെ സംബന്ധിച്ചിടത്തോളം അത് തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ കേസിൽ കോടതിയിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, പരാതിക്കാരി തന്നെ. പക്ഷേ കോടതിയിൽ പറയാത്ത വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ, SITയോട് മാത്രം വെളിപ്പെടുത്തിയ വിവരങ്ങൾ, അതിൻ്റെ അപ്ഡേറ്റ്സ് സഹിതം ചില ചാനലുകളിൽ വാർത്തയായിട്ട് കാണുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ SIT രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് SITക്കെതിരായി മാത്രമുള്ള ഒരു ആക്ഷേപമല്ല. ഒരു പക്ഷേ ഈ പല ആളുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനമാണ് സർക്കാർ എന്ന് പറയുന്നത്, അല്ലേ? ഇത് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രം കൈകാര്യം ചെയ്യുന്നതല്ല. വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് പോലും ഇത്തരം കേസന്വേഷണത്തിൻ്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. SITയെ അപ്പോയിന്റ് ചെയ്ത സ്റ്റേറ്റ് പോലീസ് ചീഫ് ഇതിൻ്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതിനെ പറ്റി ഓരോ ഓർഡറും ഇട്ട് കണ്ടില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നാളെ SIT അല്ല ഇത് ചോർത്തി കൊടുത്തതെന്ന് പറഞ്ഞാൽ പോലും ചാനലുകൾ വഴി ഇത്തരം അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ അത് ആരിൽ നിന്നാണ് ചോർന്നത് എന്ന് നോക്കാനുള്ള ഉത്തരവാദിത്വം സ്റ്റേറ്റിനുണ്ട്. SITയിലെ ആളുകൾക്ക് ഉണ്ടാവില്ലായിരിക്കും. സ്റ്റേറ്റ് പോലീസ് ചീഫിനുണ്ട്. സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ത് നടപടിയാണ് ഇതിൻ്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതിന് വേണ്ടി? അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏഷ്യാനെറ്റിൽ കണ്ടതാണ് ഒരു വാർത്ത, അത് ഈ പരാതിക്കാരി തന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. കേസന്വേഷണത്തിൻ്റെ വളരെ വിശദാംശങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു. മറ്റു പല മാധ്യമങ്ങളിലും അത് വരുന്നു. അത് വളരെ മോശം. ഒരു കാര്യം, ഇപ്പോൾ ഈ പരാതിക്കാരി തന്നെ പറയുന്ന സാഹചര്യമുണ്ട്. ഈ വിഷയത്തിൽ DGPക്ക് ഒരു പരാതി കൊടുത്തിരുന്നു, ഇങ്ങനെ ചോർന്നു, SITയുടെ കൈവശം നിന്ന് ചോർന്നു, പലതിലും വരുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തു. കോടതിയിലും ഇക്കാര്യം ഉന്നയിച്ചു. എന്നിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് അവർ പറയുന്നു. ഗുരുതരമായ ആരോപണമാണ് ആ ഉന്നയിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന വസ്തുത അനുസരിച്ച് സ്റ്റേറ്റ് പോലീസ് ചീഫിന് ഈ അന്വേഷണത്തിൻ്റെ വീഴ്ചകളെ സംബന്ധിച്ച് അക്കമിട്ട് അതിജീവിത പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി കൊടുത്തിട്ട് ഏതാണ്ട് 7 ദിവസം പിന്നിട്ടു. അപ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള ഒരു ആക്ഷൻ ഉണ്ടായതായിട്ട് ആരെങ്കിലും ഈ നിമിഷം വരെ അവരെ അറിയിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര ഗൗരവമുള്ള കേസുകളിൽ പോലും ഒരു സ്റ്റേറ്റ് പോലീസ് ചീഫിന് കിട്ടുന്ന പരാതിയിൽ പോലും ഇത്ര വൈകിയാണ് നടപടി ഉണ്ടാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ കേസന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിലും വിചാരണയുടെ ഘട്ടത്തിലും എങ്ങനെയായിരിക്കും പ്രോസിക്യൂഷൻ ഈ കേസിനെ സമീപിക്കുന്നത് എന്നും പ്രോസിക്യൂഷൻ തന്നെ കോടതിയിൽ പറഞ്ഞൊരു കാര്യമാണ്. പ്രതികൾ വളരെ ശക്തരാണ്, അവർ വളരെ പവർഫുള്ളാണ്. ആ പവർ സർക്കാരിനെ, അതായത് SITക്ക് മുകളിലാണ് സർക്കാർ ഇരിക്കുന്നത്. അതുകൊണ്ട് സർക്കാരിനെ ഇത്തരം സംഗതികൾ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ നമ്മൾ അവരെങ്ങനെ കുറ്റം പറയും? നേരത്തെ ഉയർന്നു കേട്ട ഹരീഷ് വാസുദേവ് വക്കീലോട് സംസാരിക്കുകയായിരുന്നു. ഹരീഷ് വാസുദേവൻ ഇത്തരത്തിൽ അനുഭാവപൂർവ്വം ഇരകൾക്കൊപ്പം നിൽക്കുന്ന ആൾ മാത്രമല്ല, നിയമസഹായം നൽകുന്ന അഭിഭാഷകൻ കൂടിയാണ്. നേരത്തെ ഹരീഷ് വാസുദേവൻ പറഞ്ഞ ജാമ്യാപേക്ഷയിലെ വാദത്തിൽ പോലും പറയാത്ത പരാതിക്കാരി SITയോട് നടത്തിയ രഹസ്യ വെളിപ്പെടുത്തലുകളും അന്വേഷണത്തിന്റെ വിശദാംശങ്ങളും മീഡിയയ്ക്ക് ചോർത്തിക്കിടുന്ന സ്ഥിതിയുണ്ടായി. അത് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ പരാതിക്കാരുടെ അഭിഭാഷകൻ കൂടി ഹരീഷ് വാസുദേവൻ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അത് അതിഗുരുതരമാണ്. കാര്യം ഹൈക്കോടതി അത്രത്തോളം ഇതിൻ്റെ രഹസ്യാത്മക സൂക്ഷിക്കണം എന്ന് SITയോട് പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ പരാതിക്കാരി SITയോട് മാത്രം പറയുന്ന കാര്യങ്ങൾ അത് ചോർന്നു പോകുന്ന സ്ഥിതി ഉണ്ടായിക്കൂടാ. അത് ഇരകൾക്ക്, അതിജീവിതമാർക്ക്, പരാതിക്കാരികൾക്ക് അവരുടെ കോൺഫിഡൻസ് ഇല്ലാതാക്കുന്നതാണ്. SITയെ സമീപിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ലാതാക്കുന്നതാണ്. അത് ചെയ്തുകൂടാത്തതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ പരിശോധനയോ അങ്ങനെ ഇനി ഉണ്ടാവില്ല എന്ന് ഉറപ്പാക്കേണ്ടതും സംസ്ഥാന പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിലേറ്റവും പ്രധാന മറ്റൊരു കാര്യം കൂടി ഹരീഷ് വാസുദേവൻ പറയുന്നത്, ഈ കേസിലെ പ്രധാനപ്പെട്ട ഇലക്ട്രോണിക് തെളിവുകൾ നശിപ്പിക്കപ്പെട്ടത് FIR ഇട്ടതിന് ശേഷമാണെന്ന് പറയുന്നു. ഫേസ്ബുക്ക് അക്കൗണ്ട് അതിലൊന്നാണ്. അത് തടയാൻ SITക്ക് കഴിഞ്ഞില്ല. ചോദ്യം ചെയ്യാനോ തെളിവ് സറണ്ടർ ചെയ്യാനോ പ്രതിയുടെ SIT ആവശ്യപ്പെട്ടില്ല. ഈ കേസിൽ ഇതുവരെയുള്ള പോലീസിൻ്റെ വീഴ്ചകൾ പറയുകയായിരുന്നു പ്രതിയുടെ അതിജീവിത അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ. എന്തായാലും നടൻ സിദ്ദിഖ് ഏതൊരു ഹോട്ടലിലുണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു എന്ന തരത്തിൽ സൂചനകൾ വന്നിരുന്നു. അങ്ങോട്ടേക്ക് പോലീസ് പോകുന്നു എന്നും അറിയാൻ കഴിഞ്ഞു. സിദ്ദിഖ് ഹോട്ടലിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും. പക്ഷേ അത് ഒരു സ്ഥിരീകരണ സ്വഭാവത്തിൽ പറയേണ്ടത് പോലീസ് തന്നെയാണ്. വിജയകുമാർ തുടർന്ന്. വിജയകുമാർ, അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ എണ്ണി പറയുകയാണ് ഈ കേസിൽ ഇതുവരെ ഉണ്ടായ കേസിൻ്റെ വീഴ്ചകൾ, അല്ലെങ്കിൽ ഇനി പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ പ്രതി ഒളിവിൽ പോവുകയാണെങ്കിൽ അതൊക്കെ എന്തുകൊണ്ട് അന്വേഷണ സംഘത്തിന് മാത്രം വീഴ്ചയായിരുന്നു എന്ന് പറയുകയായിരുന്നു അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ.